ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു നൈറ്റ് വ്ളോഗായിട്ട്, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് വൈകിട്ടത്തെ എൻ്റെ കുറച്ച് പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ വൈകിട്ട് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. തീരെ ചെറിയ കപ്പ, വേവിക്കാനൊന്നും പറ്റില്ല. അത് എനിക്ക് തോന്നുന്നത് അധികം വിളവായിട്ടില്ല. ചെറിയ കപ്പ, നമ്മുടെ കൈപ്പത്തിയുടെയൊക്കെ നീളവും മണ്ണൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം വൈകിട്ട് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തൈര് സംബന്ധിയൊക്കെ കൂട്ടിയിട്ട് കപ്പ പുഴുങ്ങിയത് കഴിക്കാനൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ പൊളിച്ച് ഒന്ന് പുഴുങ്ങാൻ വെച്ചേക്കാമെന്ന് വെച്ചു. റിച്ചാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായിട്ടേ വരുള്ളൂ. വരുമ്പോഴത്തേക്ക് കപ്പ പുഴുങ്ങി മുളക് ചമ്മന്തിയും കൂടെ റെഡിയാക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. നമുക്ക് കപ്പ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറാണ് പതിവ്, അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ സ്ഥിരം കപ്പയുടെ സീസണൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക്, സ്ഥിരം കപ്പ പുഴുങ്ങിയത് കപ്പ വേവിച്ചതൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ വല്ലപ്പോഴും ഒക്കെ കഴിക്കാനായിട്ട് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാതെ ഫുള്ള് കഴിക്കുകയും ചെയ്യും. നമുക്കൊരാഗ്രഹവും തോന്നും. കുഞ്ഞുങ്ങൾ കപ്പ ഇളയ ആൾക്ക് ഇഷ്ടമാണ്, മൂത്ത ആൾ കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇതിപ്പോൾ കാണുമ്പോൾ ഒത്തിരി ഉള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷേ സത്യത്തിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച്, അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി വീതി വരാനും സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും വന്നാൽ കപ്പക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിന്ന് വൈകിട്ട് കപ്പ അങ്ങ് പുഴുങ്ങിയേക്കാമെന്ന് വെച്ചത്. പൊതുവെ രാവിലെയൊക്കെയാണ് പുഴുങ്ങാറുള്ളത്. അപ്പോൾ വൈകിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വന്നാലും നാളെ ഉച്ചയ്ക്കത്തേക്ക് കറിയാക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കപ്പ പുഴുങ്ങാനായിട്ട് ഞാൻ വെച്ചു. ഇനി നമുക്ക് തൈര് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം നമ്മൾ കാന്താരിമുളക് പൊട്ടിച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമാണ്. അതല്ലാതെ കപ്പ പുഴുങ്ങിയതും തൈര് ചമ്മന്തിയും കൂടെ കഴിക്കുമ്പം കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു, ആ മീനും കൂടെ വറുക്കുമ്പോൾ ഒരു കോമ്പിനേഷൻ ആവുമല്ലോ. കുറച്ച് കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടാക്കിയാൽ അടിപൊളി. അപ്പം ഞങ്ങൾക്ക് കപ്പ ഉള്ള ദിവസം ഞങ്ങൾ ചോറുണ്ണാറില്ല. അപ്പം കപ്പ വൈകുന്നേര സമയങ്ങളിൽ കഴിക്കുന്നെങ്കിൽ ചിലപ്പോൾ ചോറ് വൈകിട്ട് രാത്രിയിൽ കഴിക്കാൻ വഴിയുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ രാത്രിയിലത്തേക്കാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വൈകിട്ട് നമ്മൾ കപ്പ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ വൈകിട്ട് തോരനൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് മടിയായിരുന്നു സത്യത്തിൽ. അപ്പോൾ കപ്പ ഇരിക്കുന്ന കണ്ടപ്പം കപ്പ പുഴുങ്ങിയേക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ കാന്താരിമുളകൊക്കെ ഉണ്ടായിരുന്നു, നല്ല എരിവുള്ള കാന്താരിയാണ്. ഞാനെന്നാൽ കുറച്ചെടുത്ത് ഉപ്പിലിടാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇങ്ങനെ ഓരോന്നിനും എടുത്ത് അത് തീരാറായി. അപ്പോൾ എനിക്ക് ഈ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. എരിവ് കാന്താരിമുളക് അടിച്ച് ചോറിന്, കാന്താരിമുളക് ഉപ്പിലിട്ടത് കഴിക്കുക, അങ്ങനെ എരിവ് ഞാൻ ഏറെ കഴിക്കുന്ന ആളാണ് കേട്ടോ. അപ്പം ഇവിടെ ഇളയ ആൾക്ക് എരിവ് ഇഷ്ടമാണെന്ന് വെച്ചാൽ കാന്താരിമുളക് കഴിക്കുന്ന ആ എരിവല്ല, സാധാരണ എരിവ് അവനിഷ്ടമാണ്. മൂത്ത ആൾക്ക് എരിവ് ഒട്ടും പറ്റത്തില്ല. ഹസ്ബൻഡിനാണെങ്കിലും എരിവ് അത്ര പറ്റത്തില്ല. എന്നാലും തൈരും കൂടി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ എരിവ് ഫീൽ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാന്താരിമുളക് എടുത്തത്. അപ്പോൾ ആ കാന്താരിമുളക് അത്രയും നമ്മളെടുത്ത് തൈര് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയൊക്കെ തിളച്ച് ചിലർ അതായത് കപ്പ പുഴുങ്ങാനാണെങ്കിലും വേവിക്കാനാണെങ്കിലും ഗ്യാസിൽ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കാണ് ഞാൻ പൊതുവെ ഉപ്പ് ചേർക്കാറുള്ളത്. അതാകുമ്പോൾ കറക്റ്റ് പരുവത്തിന് ഉപ്പ് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ആദ്യം ചേർത്താലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ ചേർക്കാറുള്ളത്. അലുമിനിയം പാത്രം ആയതുകൊണ്ട് ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോഴത്തേക്ക്, നിർത്തി അങ്ങ് വേവിക്കുമ്പോഴത്തേക്ക് വേറൊരു കളറും കൂടെ ആവുമല്ലോ. അപ്പം അത് വേകാനായിട്ട് ഉപ്പൊക്കെ വെച്ചു. തൈര് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മുളകും ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക്, ഇത് സത്യത്തിൽ ഇത്രയും വലിയ ബോട്ടിൽ തൈര് ഞങ്ങളിവിടെ മേടിക്കാറില്ലാത്തതാണ്. തൈര് മോര് കാച്ചുന്നത് റിജന് ഇഷ്ടമല്ല. അതുപോലെ തന്നെ തൈര് കറികളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമല്ല. പിന്നെയും പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് എനിക്ക്, റിജാനും ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ പാക്കറ്റ് തൈര് മേടിക്കാറുള്ളൂ. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ ഇത് സത്യത്തിൽ 1 ലിറ്റർ തൈര് ഉണ്ടായിരുന്നു. ആ 1 ലിറ്റർ തൈര് 84 രൂപയ്ക്ക് ഓഫറായിരുന്നു ഇളനാടിൻ്റെ. നല്ല അടിപൊളി തൈരായിരുന്നു കേട്ടോ. പുളിയേ ഉണ്ടായിരുന്നില്ല, നല്ല കട്ട തൈരായിരുന്നു. ഇത് ഏകദേശം ഇപ്പം തീരാറായി. ഒരു ഞാൻ ഇത് കറി വെച്ച് തീർത്തതല്ല സത്യത്തിൽ. പഞ്ചസാരയും പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പാനിയായിട്ട് കുടിക്കാനായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക്, ഇപ്പോൾ ചൂടുള്ള സമയമല്ലേ, അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കഴിച്ച് തീർത്തതാണ്. കുഞ്ഞുങ്ങളുടെ സൗണ്ട് ബാക്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ, സോറി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് വഴക്കുണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? തൈര് ചമ്മന്തി. അപ്പോൾ തൈര് ഇങ്ങനെ നിങ്ങൾ നന്നായിട്ട് തൈരൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കും പ്രോബയോട്ടിക്കൊക്കെ ആയിട്ട് തൈര് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവർക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞിലായിരുന്നപ്പോൾ ഡോക്ടർ ഈ ഡയപ്പർ റാഷൊക്കെ വന്ന സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങൾക്ക് തൈര് കൊടുക്കണമെന്ന്. തീരെ കുഞ്ഞെന്ന് വെച്ചാൽ കൈക്കുഞ്ഞ് ആ പ്രായമല്ല,
ഒരിച്ചിരിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഡയപ്പർ റാഷ് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു തൈര് കൊടുത്താൽ മതി, അത് വേഗം മാറും, അങ്ങനെ റാഷസ് വരാതെ ക്യൂർ ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കി. പക്ഷേ ലേറ്റായിട്ടാണ് റിസൾട്ട് വന്നതെങ്കിലും നല്ലതായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് പൊതുവേ തൈര് കൊടുക്കുന്നത് നല്ലതാണല്ലോ. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ തൈര് സംബന്ധി റെഡിയായി, കപ്പ വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ മീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു. ആ മീൻ അയലയായിരുന്നു. വറുക്കാനായിട്ട് ഞാൻ അരപ്പൊക്കെ പുരട്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വറുക്കാനായിട്ട് വെച്ചു. കപ്പ വെന്ത് ഊറ്റാനായിട്ട് പോവാണ്. അപ്പോൾ മീൻ ഞാൻ വറുക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ. മൺചട്ടി, അതായത് മൺചീനിച്ചട്ടിയാണ്. ഇതിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറെ കറിവേപ്പില നമ്മൾ വറുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീൻ അതിൻ്റെ പുറത്തിട്ടാൽ അടി പിടിക്കുന്നത് ഒഴിവായി കിട്ടും. അപ്പം ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടതാണ്, അല്ല എൻ്റെ ചേച്ചി പറഞ്ഞു തന്നാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും റെഡിയായി. ചോറ് രാവിലെ അരിയിട്ടായിരുന്നു, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെന്ത് ഊറ്റി. അപ്പോൾ ഇന്ന് വൈകിട്ട് എന്താണെങ്കിലും ചോറുണ്ണാൻ പോകുന്നില്ല. ഇന്ന് വൈകിട്ട് എന്താണെങ്കിലും കപ്പ പുഴുങ്ങിയത്, മീൻ വറുത്തത്, തൈര് ചമ്മന്തി. ആഹാ, സുഖമായിട്ട് കഴിച്ചിട്ട് സുഖമായിട്ട് ഇറങ്ങുക. അപ്പോൾ എൻ്റെ അടുക്കള പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പതിയെ ഇവിടെ 2 ബിരുദന്മാർ എല്ലാം നിരത്തി വാരിയിട്ടുണ്ട്. ഇനി അതെല്ലാം ക്ലീൻ ചെയ്യണം, അവരെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, പ്രാർത്ഥിക്കണം, ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് ചായ ഇടണം, കഴിക്കണം. ഇത്രയും മാത്രമാണ് ഞങ്ങളുടെ ഇനിയുള്ള പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.